എപ്പോഴും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ പട്ടിണി പാവങ്ങൾ ആയിരിക്കും. ഈ പാവങ്ങളുടെ ദാരിദ്ര്യമാണ് രാഷ്ട്രീയക്കാരുടെ മൂലധനം. നിയന്ത്രണം നഷ്ടമായ തിരക്കിൽ ഉണ്ടായ തിരക്കിലും ജീവൻ പോയത് 41 പേർക്ക്. ഇനി എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നും അറിയില്ല. ഒരു ജീവിതം പോലും നഷ്ടപ്പെടാൻ പാടില്ലാത്തിടത്ത് ഇത്രയും ജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യ മനസ്സിനെ നടുക്കുന്നു. ആരാധന കലാകാരന്മാരുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു, പക്ഷേ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ആരാധന അത് ആരാധനയല്ല, അത് ഒരു അപകടമാണ്. ഇത് നമ്മോട് പറയുന്നത് ആരാധനയ്ക്ക് അതിരുണ്ടിരിക്കണം. ജീവിതത്തിൽ സന്തോഷം തരുന്ന കലാകാരന്മാരെ ആരാധിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിന്റെ പേരിൽ ജീവനുകളെ അപകടത്തിലാക്കരുത്. ആരാധന മനുഷ്യനെ ഉയർത്തണം, തകർക്കരുത്. ഇത്തരം ദുരന്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ്? സുരക്ഷയാണ് ഏത് ചടങ്ങിന്റെയും അടിസ്ഥാന അവകാശം. കലാരംഗം, രാഷ്ട്രീയ രംഗം, മതരംഗം എല്ലായിടത്തും ഒരേ പാഠം. ആൾക്കൂട്ട പരിപാടികൾ സുരക്ഷിത സംവിധാനങ്ങളില്ലാതെ ഒരിക്കലും നടത്തരുത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓരോ ജീവനും സമൂഹത്തിന്റെ പ്രതീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ തടയാനുള്ള ഉത്തരവാദിത്തം സംഘാടകർ, അധികാരികൾ, പോലീസും ഉൾപ്പെടെ എല്ലാവർക്കുമുണ്ട്. ഇത് ഒരു അപകടം മാത്രമല്ല, ഒരു മുന്നറിയിപ്പുമാണ്. ഇന്ന് കരൂരിൽ സംഭവിച്ചത് നാളെ മറ്റൊരു നഗരത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കാതെ നടത്തുന്ന ആഘോഷങ്ങൾ പൊതുസമൂഹത്തിന്റെ കണ്ണീർ പെരുക്കമാകും. ജീവിതത്തെ അപകടത്തിലാക്കുന്ന ആരാധന, ആഘോഷം, ചടങ്ങ് എല്ലാം സമൂഹത്തിനു തന്നെ ഭീഷണിയാണ്. 41 നിരപരാധികളുടെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നു. ജീവൻ നഷ്ടമായാലേ നമ്മൾ ബോധ്യപ്പെടുകയുള്ളൂ. ഈ ദുരന്തം അവസാന മുന്നറിയിപ്പാകട്ടെ. ആരാധനയും ആവേശവും മനുഷ്യജീവിതത്തെ മാനിക്കുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ടു പോകാവൂ.